أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم يختص برحمته من يشاء. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യനായ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് KC മുഹമ്മദ് മൗലവി, വേദിയിലുള്ള മറ്റു കാരണവന്മാരെ, KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും സാരഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സംഗമത്തിൻ്റെ സമാപന വേളയിലാണ് നാം ഉള്ളത്. ഈ സംഗമം രണ്ട് കാരണത്താലാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ സമ്മേളനം ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ നടന്നു വരികയാണ്. ആ പ്രചാരണത്തിന് കൂടുതൽ ഫലപ്രദമാക്കുക എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. അതോടൊപ്പം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ച സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ആ പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് വാങ്ങിയ പഠിതാക്കൾക്കുള്ള സമ്മാന വിതരണവും അതോടൊപ്പം ഈ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ മഹത്വവും പ്രാധാന്യവും സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരവസരം എന്ന നിലക്ക് ആ പഠനത്തിലേക്ക് ആളുകളെ താൽപര്യപ്പെടുത്തുക എന്നതുകൂടിയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് 4 മണിക്ക് ആരംഭിച്ച ഈ സംഗമത്തിൽ വളരെ പ്രൗഢമായ ഫലപ്രദമായ ക്ലാസുകൾ ഈ വിഷയങ്ങളിലേക്ക് വെളിച്ചം നൽകിക്കൊണ്ട് നമ്മൾ കേട്ടുകഴിഞ്ഞു. ബഹുമാന്യനായ സുഹൃത്ത് ഹാരിസ് ബിൻ സലീം
പറഞ്ഞു വെച്ച ഒരു വാചകത്തിൽ നിന്നാണ് എനിക്കും തുടങ്ങാനുള്ളത്. മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ഈ QHLS സംഗമം നമ്മുടെ പ്രവർത്തന രംഗത്ത് ഒരു പുതിയ ഉണർവും അതോടൊപ്പം തന്നെ ഗുണകരമായ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വരാനുള്ള ഒരു കാരണവുമാകണം എന്ന് തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതൊരു പ്രവർത്തനം നടന്നാലും ആളുകൾ പ്രതീക്ഷിക്കുന്നത് ദീനാണ്. പല മറ്റു സംഘടനകളുടെയും ഖുതുബകൾക്ക് പോകുന്ന ആളുകൾ, അവരുടെ പള്ളികളിൽ പോകുന്ന ആളുകൾ നമ്മുടെ പള്ളിയിൽ അവിചാരിതമായി ഒന്ന് എത്തിയാൽ വീണ്ടും നമ്മുടെ പള്ളി അന്വേഷിച്ചുകൊണ്ട് അവർ വരും. കാരണം നമ്മുടെ പള്ളിയിൽ വന്നാൽ ഒരു ഖുർആനിന്റെ ആയത്ത് കേൾക്കാം, ഒരു ഹദീസ് കേൾക്കാം, ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും ഭാഗങ്ങൾ പഠിക്കാം, ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ എന്തെങ്കിലും ഒരു ഹുക്കുമോ ഒരു മതവിധി മനസ്സിലാക്കാം. അത് കിട്ടണമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ പോകണം എന്ന് നമ്മളല്ലാത്ത ആളുകൾ പോലും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു പ്രബോധന പ്രവർത്തനത്തിൽ നിന്നും, ഏതൊരു ക്ലാസ് ആകട്ടെ, പരിപാടിയാകട്ടെ, അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ജനങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, അതല്ല ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നാളെ മരിച്ചു പോകുമ്പോൾ അവരുടെ ഖബറുകളിലേക്ക് കൊണ്ടുപോകാൻ ഒരമല് നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് ലഭിക്കണം. അത് ലഭിക്കാതെ മറ്റെന്തെങ്കിലും ഒരു ആവഭാവങ്ങളോടുകൂടി, വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയോടുകൂടി, ഒരു വിജയാഘോഷത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകേണ്ടവരല്ല നമ്മൾ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ ബാച്ചുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ആരംഭിക്കണം. തുടങ്ങിവെച്ച സ്ഥലങ്ങളിൽ ഫലപ്രദമാക്കണം. വെറും സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ പുരുഷന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണം. ക്ലാസുകൾ എടുക്കുന്ന അധ്യാപകർ കുറച്ചുകൂടെ അത് പ്രിപ്പയർ ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് യാതൊരു നിലക്കുള്ള ഭംഗവും വരാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ സമ്മേളനങ്ങളും ക്യാമ്പയിനുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള ഒരു പതിവ് ശൈലി, സ്ഥിരമായി നടക്കുന്ന ഇത്തരം പരിപാടികളിലേക്ക് കൂടി ആളുകളെ കൊണ്ടുവരാൻ നമ്മുടെ സമ്മേളന പ്രചാരണ പ്രവർത്തനങ്ങൾ നാം ഉപയോഗിക്കാറാണ് പതിവ്. ഒരു പ്രദേശത്ത് നമ്മളൊരു വഴല് വെക്കുകയാണെങ്കിൽ, ഒരു സമ്മേളന പ്രചരണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ക്യാമ്പയിൻ പ്രചാരണത്തിന്റെ ഭാഗമായി ഒരു പ്രസംഗം വെക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ എന്ത് പറയും? ഇതാ ഇവിടെ സലഫി മദ്രസയുണ്ട്, ഈ ശിർക്കും ഖുറാഫാത്തും പഠിപ്പിക്കുന്ന മദ്രസയിലേക്ക് നിങ്ങളെ കുട്ടികളെ പറഞ്ഞേൽപ്പിക്കരുത്. ഈ മദ്രസയിലേക്ക് വന്നാൽ നിങ്ങളെ കുട്ടികൾക്ക് ശരിയായ തൗഹീദ് കിട്ടും എന്ന് ആ മദ്രസയെ നമ്മൾ പരിചയപ്പെടുത്തും. അതുപോലെ ഇപ്പുറത്തൊരു QHLSന്റെ ക്ലാസ് നടക്കുന്നുണ്ട്, അവിടെ വന്നാൽ നിങ്ങൾക്ക് ഖുർആനും ഹദീസും ശരിയായ രൂപത്തിൽ പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുക. ഇതാ മാസത്തിൽ ഇവിടെ തിരൂർ ഇന്ന ഓഡിറ്റോറിയത്തിൽ ഒരു വിജ്ഞാനവേദി നടക്കുന്നുണ്ട്, ആ വിജ്ഞാനവേദിയിൽ വന്നാൽ നിങ്ങൾക്ക് മതപരമായ വിഷയത്തെപ്പറ്റി ഒരു അവഗാഹം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ഒരു പള്ളിയുണ്ട്, അവിടെ ജുമുഅക്ക് വന്നാൽ നിങ്ങൾക്ക് ദീന് പഠിക്കാം. അപ്പുറത്തൊരു സലഫി സെന്റർ ഉണ്ട്, അവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ CD-കളും പുസ്തകങ്ങളും ലഭിക്കും. ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വേദി എന്ന് പറയുന്നതാണ് നമ്മുടെ സമ്മേളന പ്രചരണം. അതേപോലെ തന്നെ നമ്മുടെ വഴലുകൾ, പ്രഭാഷണങ്ങൾ. എന്തിന് സമ്മേളനം? ഈ ചോദ്യം ആവർത്തിച്ച് നാം നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശക്തൻ തമ്പുരാൻ ഗ്രൗണ്ടിൽ നടന്ന ആ മഹാസമ്മേളനം, ദൈവം ഒന്ന് മാനവരൊന്ന് എന്ന ആ വിഷയത്തിൽ, അന്നതിന്റെ പ്രവർത്തനങ്ങളുമായി തൃശൂർ നഗരത്തിൽ ചുറ്റി നടക്കുമ്പോൾ ബാഡ്ജ് പോക്കറ്റിലുണ്ടായതുകൊണ്ട് അവിടെയുള്ള കടക്കാര് ചോദിച്ചു, ആ ഞായറാഴ്ച ദിവസം ഉച്ചയായപ്പോൾ എപ്പോഴാണ് നിങ്ങളെ പ്രകടനം തുടങ്ങുന്നത്? ഇത്രയും ജനങ്ങൾ കൂടിയിട്ട് എപ്പോഴാണ് നിങ്ങളെ പ്രകടനം? അതൊന്ന് കാണണം അവർക്ക്. അല്ലെങ്കിലോ നേരത്തെ കട പൂട്ടി പോകണം, എപ്പോ പൂട്ടണം നോക്കാൻ. ഞങ്ങൾ പറഞ്ഞു, ഇല്ല, പ്രകടനമില്ല. ഇത്ര ആള് കൂടിയിട്ട് പ്രകടനം ഇല്ല. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെന്തിനാ ഈ സമ്മേളനം? അയാൾ ചോദിക്കുക, പിന്നെന്തിനാണ് ഈ സമ്മേളനം? അപ്പൊ സമ്മേളനം എന്ന വാക്ക് കേൾക്കുമ്പോൾ
ജനങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ ആൾക്കൂട്ടത്തെ കാണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക എന്ന ഒരു ചിന്തയാണ്. കാരണം അങ്ങനെയാണ് പലരും നടത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമ്മേളനം അതിനുള്ളതല്ല. എന്തെങ്കിലും ആരിൽ നിന്നെങ്കിലും നേടിയെടുക്കുവാനുള്ള ഒരു തുരുപ്പ് ചീട്ടായി നമ്മൾ സമ്മേളനത്തെ കാണാറില്ല. മറിച്ച് ഈ സമ്മേളനം മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ പ്രമേയം വിശദീകരിച്ച് നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ പള്ളികളിലേക്കും നമ്മുടെ ഖുർആൻ ക്ലാസ്സിലേക്കും നമ്മുടെ വിജ്ഞാനവേദികളിലേക്കും ഒക്കെ, അതുപോലെ തന്നെ നമ്മുടെ കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷനെ പോലെയുള്ള CRE കുട്ടികളുടെ പഠനശാലയിലേക്കൊക്കെ കുട്ടികളെയും സ്ത്രീകളെയും അവാലവൃദ്ധം ജനങ്ങളെയും ക്ഷണിച്ചു വിളിച്ചു കൊണ്ടുവരികാനുള്ള ഒരു വേദിയായി, അതോടൊപ്പം തന്നെ നമ്മുടെ ആദർശ പ്രബോധനത്തിന്റെ സംവിധാനങ്ങളെ പരിചയപ്പെടുത്തി അതിലൂടെ ഈ ജനങ്ങൾക്ക് ദീന് പഠിപ്പിക്കാനുള്ള ഒരു മാർഗമായ ഒരു നിമിത്തമായി കൊണ്ടാണ് സമ്മേളനങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ഈ സമയത്തും നമ്മൾ ഈ ഒരു സംഗമം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ സമ്മേളന പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമായി എല്ലാ മണ്ഡലങ്ങളിലും ശാഖകളിലും ഇതിന്റെ പ്രചാരണ യോഗങ്ങൾ ഇനി നടക്കാത്ത സ്ഥലങ്ങളിൽ നടക്കണം. അവിടങ്ങളിലെല്ലാം നമ്മുടെ മദ്രസാ സംവിധാനം, നമുക്കറിയാം മദ്രസാ സംവിധാനം ഇന്ന് മെല്ലെ മെല്ലെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും. നമ്മുടേത് എന്നല്ല ഞാൻ പറയുന്നത്. മതപഠനത്തോട് തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെയും അതിരുകടന്ന കടന്നുകയറ്റം കാരണം പലപ്പോഴും കുട്ടികൾ ആ ഭാഗത്തും തിരിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികളെ മതപഠനത്തിന്റെ ബോധത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ, അങ്ങനെ നമ്മുടെ ആ സമ്മേളന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇതിലൂടെ നമുക്ക് സാധിക്കണം. അങ്ങനെ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ഒരു ദഅ്വാ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ കടന്നു പോകേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. വിശുദ്ധ ഖുർആൻ സത്യമാണ്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോവുകയില്ല. മറിച്ച് ആ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി നെഞ്ചിലേറ്റുകയും ജീവിതത്തിൽ പകർത്താൻ കഴിവിൻപടി ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി നിങ്ങൾ പ്രവേശിക്കണം. ഒരു വക്കിൽ നിന്നുകൊണ്ടല്ല നിങ്ങൾ ഇബാദത്തുകൾ എടുക്കേണ്ടത്. തൊണ്ട വരെയല്ല നിങ്ങളുടെ ഖുർആൻ പാരായണം ചെല്ലേണ്ടത്. നിങ്ങളുടെ ജീവിതവാസകലം, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും, നിങ്ങളുടെ എല്ലാ മേഖലകളിലും ഇസ്ലാമിക മൂല്യങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ മൂല്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. വലാ തത്തബിഉ, നിങ്ങൾ ഒരിക്കലും പിൻപറ്റി പോകരുത്, ഖുതുവാത്തിശ് ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകൾ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ വ്യക്തമായ ശത്രുവാകുന്നു, നിങ്ങളെ അവൻ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നതെന്ന് മറ്റൊരായത്തിലും അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായി ഇസ്ലാമിനെ അംഗീകരിക്കുക, പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരാൻ ശ്രമിക്കുക. ഇങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് വിജയം ലഭിക്കുകയുള്ളൂ. എങ്ങനെയാണിത് പൂർണ്ണമായി വരിക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആയിഷാ ബീവി പറഞ്ഞല്ലോ, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം ഖുർആനിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെയായിരുന്നു. ഖുർആനിൽ എങ്ങനെയാണോ കുടുംബജീവിതം പറഞ്ഞത് അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ഖുർആനായിരുന്നുവെന്നാണ്. അപ്പോൾ പ്രവാചകനെ പൂർണ്ണമായി അനുധാവനം ചെയ്യുന്നതിലൂടെയാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗവൽക്കരണം നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ ലേണിംഗ് സ്കൂൾ എന്നിടത്ത് നിന്ന് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്നിടത്തേക്ക് നമ്മൾ ഈ പാഠശാലയുടെ നാമം മാറ്റിയത്. നമസ്കരിച്ചാൽ പോരെ? ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. പോരാ, നമസ്കരിച്ചാൽ പോരാ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. ഹജ്ജ് ചെയ്താൽ പോരെ? പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? ഖുദൂ അന്നീ മനാസികുക്കും, എന്നിൽ നിന്ന് ആ ഹജ്ജിന്റെ ഘടകങ്ങൾ നിങ്ങൾ പകർത്തേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് തോന്നിയതുപോലെ അള്ളാന്റെ റസൂൽ കാണിച്ചതുപോലെയാണ് ഇസ്ലാമിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ ഇസ്ലാം സമ്പൂർണമായി നടപ്പിലാകുന്നത്, ലോകത്ത് ഇസ്ലാം സമ്പൂർണമായി നടപ്പിലാകുന്നത്, ഞാൻ ആ വാചകത്തിന് അടിവരയിടുകയാണ്,
ഭാഗികമായി നടപ്പിലാകുന്നതല്ല. സമ്പൂർണമായി ഇസ്ലാം ലോകത്ത് കടന്നു വരുന്നതിനെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, പ്രത്യേകിച്ച് സയനിസ്റ്റ് ലോബികൾ എന്നും എക്കാലത്തും ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്കത് സഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാം സമ്പൂർണമായി ഇവിടെ വിശുദ്ധ ഖുർആൻ സമ്പൂർണമായി പ്രയോഗവൽക്കരിക്കുന്നതിനെ ശത്രുക്കൾ എതിർക്കുവാനും ഭയപ്പെടാനുമുള്ള കാരണം, പ്രധാനമായുള്ള കാരണം രണ്ടെണ്ണമാണ്. അതിലൊന്ന്, സർവ ചൂഷണങ്ങളുടെയും വാതിലുകൾ ഇസ്ലാം കൊട്ടിയടക്കുന്നു എന്നതാണ്. എല്ലാ ചൂഷണങ്ങൾക്കും എതിരാണ് ഇസ്ലാം. പലിശ, ചൂതാട്ടം, ലൈംഗികമായ ആഭാസങ്ങൾ, സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിക്കൽ, അതുപോലെ തന്നെ ഊഹക്കച്ചവടം, ഇങ്ങനെ തുടങ്ങി എല്ലാ ചൂഷണങ്ങൾക്കും, അതുപോലെ തന്നെ ആൾ ദൈവങ്ങളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ, ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്കെല്ലാം എതിര് നിൽക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം. മുതലാളിത്ത സംസ്കാരം ലോകത്ത് നിലനിൽക്കുന്നത് ഈ പറഞ്ഞ പലിശയുടെയും ലൈംഗികമായ ആഭാസത്തിന്റെയും സ്ത്രീകളുടെയൊക്കെ നഗ്നത വിറ്റുകാശാക്കിക്കൊണ്ടാണ് അവരുടെ എല്ലാ സംരംഭങ്ങളും ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇസ്ലാം ഇവിടെ സമ്പൂർണമായി കടന്നു വന്നാൽ ഇവർക്കൊരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ ഇസ്ലാമിനെ എന്നും ആരോപണങ്ങൾ കൊണ്ട് അവമതിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആരോപണം രണ്ടെണ്ണമാണ്. അതിൽ ഒന്നാമത്തെ ആരോപണം എന്താണെന്നറിയോ? ഇസ്ലാം പഴഞ്ചനാണ് എന്നതാണ് അവരുടെ ആരോപണം. അതായത് കാലത്തിനൊത്ത ഒരു മതമല്ല ഇസ്ലാം, കാലത്തിനനുസരിച്ച് മാറ്റുന്ന ഒരു മതമല്ല, അത് പഴയ മതമാണ്, പഴഞ്ചനായ മതമാണ് എന്നാണ്. എന്താ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഇസ്ലാം പഴയതാണ്, പക്ഷെ എന്തല്ല, പഴഞ്ചനല്ല. വിശുദ്ധ ഖുർആൻ പഴയതാണ്, പക്ഷേ വിശുദ്ധ ഖുർആൻ ഒരിക്കലും പഴഞ്ചനല്ല. എന്താ കാര്യം? കാലത്തിനൊത്തു മാറ്റേണ്ട ദർശനം പ്രത്യേക കാലത്തേക്ക് മാത്രം ഉണ്ടാക്കിയതാണ് കാലത്തിനൊത്തു മാറ്റേണ്ടത്. ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ദർശനമാണെങ്കിൽ അത് തൊട്ടടുത്ത കാലം വരുമ്പോൾ അതിനനുസരിച്ച് പരിവർത്തിപ്പിക്കേണ്ടി വരും. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ദർശനം ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരെയും മുന്നിൽ കണ്ടുകൊണ്ട് കാലത്തിന്റെ നാഥനായ പടച്ചതമ്പുരാന്റെ ദർശനമാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത് മാറ്റേണ്ടതില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നന്മ ഏതാണോ ആ നന്മ ഖിയാമത്ത് നാൾ വരെയും നന്മയായി പ്രോജ്വലിച്ചു നിൽക്കും. അതുപോലെ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ തിന്മയാണെന്ന് പറഞ്ഞ ഒരു കാര്യം ഖിയാമത്ത് നാൾ വരെയും അത് തിന്മയായി തന്നെ നിലകൊള്ളും. കാരണം എന്താ? മനുഷ്യനിർമ്മിതമായ ദർശനങ്ങളാണെങ്കിൽ കാലത്തിനൊത്ത് പരിവർത്തിപ്പിക്കേണ്ടി വരും. കാരണം വർത്തമാന കാലത്ത് നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ അള്ളാഹു ഇസ്ലാമിനെ അവതരിപ്പിച്ച പടച്ചതമ്പുരാൻ ത്രികാലജ്ഞാനിയാണ്. കഴിഞ്ഞുപോയതറിയാം, നടന്നുകൊണ്ടിരിക്കുന്നതറിയാം, ഇനി എന്താണ് ലോകത്ത് നടക്കാനുള്ളതെന്നറിയാം, ഏതൊക്കെ ഹൈടെക് യുഗം ലോകത്ത് വരുമെന്നറിയാം, ഏതൊക്കെ സ്വഭാവത്തിലേക്ക് ജനങ്ങൾ മാറിമറിയുമെന്നറിയാം. ഇതെല്ലാം അറിയുന്ന പടച്ചതമ്പുരാൻ ഇറക്കിയ ഈ വിശുദ്ധ ഖുർആൻ കാലത്തിനൊത്ത് പരിവർത്തിപ്പിക്കേണ്ടതില്ല. അത് കാലത്തിന്റെ മുന്നിൽ നടക്കുന്ന ദർശനമാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ അതിന്റെ പഴഞ്ചനാണ് എന്ന് വിളിച്ച് ആക്രമിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ വസ്തുനിഷ്ഠമായി ഇന്ന് ഖുർആനിന് എതിരാണെന്ന് തെളിയിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഹദീസുകളും തന്നെ ഹദീസിന്റെ പ്രയോഗങ്ങളെ സംബന്ധിച്ചും അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് ഇതിന്റെ ഈ രംഗത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് നമുക്കറിയാം, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സുലഹ അവ്വലുഹു. ലാ യസ്ലഹു നന്നാവുകയില്ല ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അവസാന കാലക്കാർ നന്നാവുകയില്ല, ഇല്ലാ ബിമാ സുലഹ അവ്വലുഹു, ആദ്യകാലക്കാർ എന്തൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ അവസാന കാലക്കാരും നന്നാവുകയുള്ളൂ. എന്താണ് അതിന്റെ അർത്ഥം? എത്ര ലോകം പുരോഗമിച്ചാലും ആ മനുഷ്യരെ മാറ്റിയെടുക്കുവാൻ വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ കൊണ്ടും മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ്. അതാണ് നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നവോത്ഥാനത്തിന്റെ ആയുധമായി വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയുമാണ് നമ്മുടെ ദീർഘദീർഘകളായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ കേരളക്കരയിൽ ഉപയോഗിച്ചത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ മാത്രമേ മാറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഒരാരോപണം പഴഞ്ചനാണ്, ഇത് യാഥാസ്ഥികത്വമാണ് ഖുർആൻ എന്നാണ് ശത്രുക്കളുടെ ഒരാരോപണം. ഒരിക്കലും അല്ല. ഖുർആനിലുള്ളത്, ഹദീസിലുള്ളത് പഴഞ്ചനല്ല, യാഥാസ്ഥികത്വമല്ല, നവയാഥാസ്ഥികത്വമല്ല, അത് എല്ലാ കാലത്തും ഉയർന്നു നിൽക്കുന്ന ദർശനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതവർ പറയുന്ന ഒരു ആരോപണം ഇസ്ലാം തീവ്രവാദമാണ് എന്ന്.
ഇസ്ലാമിലേക്ക് ആളുകൾ അടുത്തു വരാതിരിക്കാൻ ശത്രുക്കൾ എന്നും മെനഞ്ഞുണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം ഇസ്ലാം തീവ്രവാദമാണ് എന്ന്. അപ്പൊ ആളുകൾ അടുക്കൂലല്ലോ. പക്ഷെ തിരിച്ചാണ് സംഭവിച്ചത്. അത് വെച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചവർ പലരും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് വേറെ വിഷയം ഇല്ലേ. ഇന്ന് ആ തീവ്രവാദമാണ് എന്ന പദപ്രയോഗത്തിന് കുറച്ചുകൂടി സമുദായത്തിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇതാ സമുദായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്ലാം അതിരുകവിച്ചിലിന്റെ മതമാണ് എന്ന്. എന്നാൽ അതിരുകവിച്ചിലിന് എതിരായി സംസാരിച്ച മതമാണ് ഇസ്ലാം. ഖുൽ, നബിയെ പറയുക, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറൽ ഹഖ്. ഏ അഹ്ലുൽ കിതാബിന്റെ ആളുകളെ, വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ഒരിക്കലും തന്നെ അതിരുകവിയാൻ പാടില്ല. ഗൈറൽ ഹഖ്, സത്യവിരുദ്ധമായി, സത്യത്തിന് വിരുദ്ധമായി നിങ്ങളുടെ മതത്തിൽ ഒരിക്കലും തന്നെ നിങ്ങൾ അതിരുവിട്ടു പോകരുത് എന്ന് ശക്തമായി പഠിപ്പിച്ച ദർശനമാണ് ഇസ്ലാം. ഇവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താ? ലാ തഗ്ലൂ അഥവാ അതിരുകവിച്ചൽ എന്നതിന് പ്രയോഗിച്ച പ്രയോഗം ഒലുവ് എന്ന പ്രയോഗമാണ്. ഒലുവ് ഇസ്ലാമിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ത്രിയേകത്വം എന്നത് ഒലുവാണ്. വേദഗ്രന്ഥത്തെ തിരുത്തി എന്നത് ഒലുവാണ്. അതുകൊണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ നിങ്ങൾ ഒരിക്കലും തന്നെ പ്രവാചകനെ നിങ്ങൾ വിശേഷിപ്പിക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്തത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി പിൻപറ്റുക എന്നത് ഒരിക്കലും തന്നെ ഒലുവല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിലുള്ളതിനെ പിൻപറ്റുന്നത് ഒലുവല്ല. ഇസ്ലാമിലില്ലാത്തത് ഇസ്ലാമിന്റെ പേരിൽ വെച്ചുകെട്ടി ചെയ്യുന്നതിനാണ് യഥാർത്ഥത്തിൽ അതിരുകവിച്ചിലെന്ന് പറയുക. ഒരാൾ 5 വക്ത് നമസ്കരിക്കുന്നുവെങ്കിൽ അത് ഒലുവല്ല. എന്നാൽ 6 വക്ത് നമസ്കാരമുണ്ട് എന്നൊരാൾ പറയുകയും അത് നിർബന്ധമായി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് ഒലുവാണ്. ഒരുപാട് റമദാൻ മാസത്തിലെ 30 ദിവസം നോമ്പ് നോറ്റാൽ അതൊരിക്കലും അതിരുകവിച്ചിലല്ല. എന്നാൽ ഞാൻ 40 ദിവസമാണ് നോമ്പ് നോൽക്കുന്നത് ഒരാൾ പറഞ്ഞാൽ അത് അതിരുകവിച്ചിലാണ്. അതിനെയാണ് നമ്മൾ അതിരുകവിച്ചിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരാള് തന്റെ നിസാബ് പരിഗണിച്ചുകൊണ്ട് കണക്ക് കൂട്ടി കൃത്യമായി സമയാസമയം സക്കാത്ത് കൊടുത്താൽ അത് ഉലുവല്ല. എന്നാൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയില്ലാത്ത ഒരാള് ഓവർ ടൈം പണിയെടുത്ത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കാശുണ്ടാക്കാൻ പോയാൽ അത് ഉലുവാണ്. അങ്ങനെ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ തടി കൊണ്ടും സമ്പത്ത് കൊണ്ടും കഴിയുന്ന ഒരാൾ ഹജ്ജ് പോയാൽ അത് ഉലുവല്ല. എന്നാൽ അതിന് ബാധ്യതപ്പെടാത്ത ഒരാൾ ആളുകളിൽ നിന്ന് ഇരന്നു വാങ്ങിയ കാശുമായി ഹജ്ജിന് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മതത്തിലുള്ള അതിരുകവിച്ചിലായി നമുക്ക് പറയാം. ഇസ്ലാമികമായ വേഷം പുരുഷനും സ്ത്രീയും അണിയുന്നു എന്നത് ഒരിക്കലും തന്നെ ഇസ്ലാമിലുള്ള അതിരുകവിച്ചിലല്ല. എന്നാൽ ഇസ്ലാമിക വേഷത്തിന്റെ അപ്പുറത്തേക്ക് പോയി ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അതിനെ മാത്രമേ നമുക്ക് ഒലുവ് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ സഹോദരങ്ങളെ. അപ്പോൾ മതത്തിന്റെ പേരിൽ വെച്ചു കെട്ടിയതിനെയാണ് നമ്മൾ ഒലുവ് എന്ന് പറയുന്നത്. ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ ഇദ്ദയിരിക്കണമെന്നത് ഇസ്ലാമിന്റെ തത്വമാണ്. ഇദ്ദയിരിക്കുക എന്നത് അതിരുകവിച്ചിലല്ല. എന്നാൽ ആ ഇദ്ദയിരിക്കുന്ന സ്ത്രീ വെള്ളവസ്ത്രം തന്നെ ധരിക്കണമെന്ന് വാശി പിടിച്ചാൽ അത് മതത്തിലുള്ള അതിരുകവിച്ചിലാണ്. അവിടെ ലൈറ്റ് ഇടാൻ പാടില്ല, ഇരുട്ടിൽ തന്നെ കഴിയണമെന്ന് പറഞ്ഞാൽ അത് ഒലുവാണ്. അതേപോലെ തന്നെയാണ് സഹോദരങ്ങളെ, അവിടെ ആ രൂപത്തിൽ നടക്കുന്ന വെള്ളവിരിപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് ഒലുവാണ്. പക്ഷേ ഇരിക്കുക എന്നത് എന്തല്ല, മതത്തിലുള്ള അതിരുകവിച്ചിലല്ല. അതുപോലെ തന്നെയാണ് വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും. അവിടെ മഹർ എന്നത് ഒലുവല്ല, സ്ത്രീധനമാണ് അവിടെയുള്ള ഒലുവ് എന്ന് മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഞാനിത് പറയാൻ കാരണം ഈ ഇസ്ലാമിനെ പറ്റി ഇതൊരു അതിരുകവിച്ചിലിന്റെയും ഇതൊരു തീവ്രതയുടെയും മതമാണ് എന്ന് ശത്രുക്കൾ എന്നോ ആരോപിക്കാൻ തുടങ്ങിയതാണ്. അതൊരിക്കലും സമുദായം ഏറ്റെടുത്തുകൊണ്ട് പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുടെ അടുക്കൽ 3 ആളുകൾ വന്ന സന്ദർഭം നമുക്കെല്ലാവർക്കും പരിചിതമായ കാര്യമാണ്. 3 ആളുകൾ വന്നുകൊണ്ട് ചോദിച്ചല്ലോ പ്രവാചകന്റെ ഇബാദത്തുകളെ സംബന്ധിച്ച്, വിശദീകരിച്ചു കൊടുത്തു. കേട്ടപ്പോൾ അവർക്ക് തോന്നി അതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ, നമ്മളും പ്രവാചകനും എവിടെ നിൽക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഇതിലേറെ ചെയ്യണം എന്നവർ തീരുമാനിച്ചു. ഖാല അഹദുഹും, അവരിൽ ഒരുത്തൻ പറഞ്ഞു, അമ്മാ അന ഫഉസല്ലി അല്ലൈല അബദ, ഇനി ഞാൻ നമസ്കരിക്കും, രാത്രി മുഴുവൻ നമസ്കരിക്കും. വഖാല അൽ-ആഖർ, മറ്റൊരുത്തൻ പറഞ്ഞു, വഅന അസൂമുദ് ദഹ്റ അബദ വലാ ഉഫ്തിറു, ഞാൻ കൊല്ലം മുഴുവൻ നോമ്പ് നോൽക്കും, ഒരിക്കലും നോമ്പ് മുറിക്കില്ല. വഖാല അൽ-ആഖറു വഅന അഅ്തസിലു നിസാഅ ഫലാ അതസവ്വജു അബദ, ഇനി ഞാൻ വിവാഹം കഴിക്കുകയേയില്ല എന്ന് മൂന്നാമനും തീരുമാനിച്ചു. ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിം, അവരിലേക്ക് പ്രവാചകൻ കടന്നു വന്നു. ഫഖാല, എന്ന് പറഞ്ഞു, അൻതുമുല്ലദീന
അല്ലദീന ഖുൽതും കദാ വകദാ, ഈ പ്രകാരമൊക്കെ നിങ്ങളാണോ പറഞ്ഞത്? അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലഹു ലാകിന്നി അസൂമു വഉഫ്തിറു വഉസല്ലി വഅഖ്ദു വഅതസവ്വജു നിസാ. ഞാൻ നിങ്ങളെക്കാളും തഖ്വയുള്ളവനാണ്, അല്ലാഹനെ പേടിക്കുന്നവനാണ്. എന്നാൽ ഞാൻ എന്ത് ചെയ്യും? നോമ്പ് നോൽക്കും, നോമ്പ് മുറിക്കുകയും ചെയ്യും. ഞാൻ നമസ്കരിക്കും, ഉറങ്ങുകയും ചെയ്യും. ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ഈ സുന്നത്ത് ആര് സ്വീകരിച്ചിട്ടില്ലയോ, ഒഴിവാക്കിയോ, അവർ എന്നിൽപ്പെട്ടവനല്ല. എന്താ ഒലുവ്? റസൂലുള്ള പഠിപ്പിച്ചതിന്റെ അപ്പുറത്തു പോയതിനെ പ്രവാചകൻ തിരുത്തി. ഇതിനാണ് അതിരുകവിച്ചിൽ എന്ന് പറയുക. അനവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും ഇസ്ലാമിനെതിരിൽ, ഇസ്ലാമിനെ സമ്പൂർണമായി ഇവിടെ കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നതിന്റെ ഭാഗമായി എടുത്തുദ്ധരിച്ച രണ്ടാരോപണങ്ങളാണ്. ഒന്ന്, ഇസ്ലാം പഴഞ്ചനാണ്, അത് പഴയതിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്നുള്ള ആരോപണം ശത്രുക്കളുടെ ആരോപണമാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആരോപണമാണ്. അതൊരിക്കലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഏറ്റെടുക്കുവാൻ പാടില്ല സഹോദരങ്ങളെ. നമുക്ക് മനസ്സിലായില്ല എന്നതിന്റെ പേരിൽ, നമുക്ക് കേട്ടുപരിചയമില്ല എന്നതിന്റെ പേരിൽ, നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചില്ല എന്നതിന്റെ പേരിൽ ഖുർആനിലും ഹദീസിലും വന്നിരിക്കുന്ന കാര്യങ്ങൾ പഴഞ്ചനാണെന്ന് പറഞ്ഞാൽ അത് ശത്രുക്കൾക്ക് വളമാവുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇസ്ലാം തീവ്രതയാണ്, ഇസ്ലാം അതിരുകവിച്ചിലിന്റെ മതമാണ് എന്നതും മുസ്ലിങ്ങളുടെ ശത്രുക്കളുടെ ആരോപണമാണ്. ആ ശത്രുക്കൾ ഒരിക്കലും സമുദായം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സഹോദരങ്ങളെ അവസ്ഥ? ഒരിക്കലും തന്നെ ഇസ്ലാമിലുള്ളതിനെ നമ്മൾ തീവ്രതയായി കാണാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് ഈ ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ പരിപാടി കഴിഞ്ഞാൽ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തണം എന്നത്. സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്രതിസന്ധികളല്ലേ? ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുറെ വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്ന് പത്രങ്ങളിലൂടെയൊക്കെ ഈ പ്രസ്ഥാനത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥ ഈ സമയത്ത് എന്ത് പരിപാടി നടത്താനാണ് എന്നൊക്കെ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരുപക്ഷെ ഉണ്ടാകും. തളരാൻ പാടില്ല. ഈ മുജാഹിദ് പ്രസ്ഥാനം പ്രതിസന്ധികളെ തരണം ചെയ്ത പ്രസ്ഥാനമാണ്. പ്രതിസന്ധികളുടെ മുമ്പിൽ ഒരിക്കലും തന്നെ കുനിഞ്ഞുപോയ ഒരു സാഹചര്യം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി ഇതിന് നേരെ വന്നിരിക്കുന്ന എന്തൊക്കെ ആക്രമണങ്ങളുണ്ടോ അതിനെ ചെറുത്തു നിൽക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ പ്രസംഗ പാടവം കൊണ്ടല്ല മുജാഹിദ് പ്രസ്ഥാനം പിടിച്ചു നിന്നത്. ആളുകളെ വശീകരിക്കാൻ സാധിക്കുന്ന 1000 പ്രസംഗകരുള്ള ഒരു പ്രസ്ഥാനമല്ല മുജാഹിദ് പ്രസ്ഥാനം. അവരുടെ നാക്കിന്റെ ബലം കൊണ്ടോ അവരുടെ സംസാരത്തിന്റെ മാസ്മരികത കൊണ്ടോ പിടിച്ചു നിർത്തിയ ഒരാൾക്കൂട്ടമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂടെയുള്ളത്. അതല്ലെങ്കിൽ ഇവിടെ മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും രീതിയിലുള്ള അകമഴിഞ്ഞ ഒത്താശയുടെ അല്ലെങ്കിൽ അവരുടെ തണലിൽ ജീവിച്ചതുകൊണ്ടോ അത് ഉപയോഗിച്ചതുകൊണ്ടോ അധികാരം ഉപയോഗിച്ചതുകൊണ്ടോ വളർത്തിയെടുത്ത ഒരു സമൂഹമല്ല മുജാഹിദ് പ്രസ്ഥാനം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേഡർ പാർട്ടിയെ പോലെ ഒരു കേഡർ സ്വഭാവത്തോടുകൂടി അടിച്ചമർത്തിക്കൊണ്ട് അണികളെ കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനവുമല്ല മുജാഹിദ് പ്രസ്ഥാനം. അതല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണക്കാരുടെ കയ്യിലുള്ള പണം കൊണ്ട് ഒരിക്കലും തന്നെ ഈ മുജാഹിദ് പ്രസ്ഥാനം ആളുകളെ കൂടെ നിർത്തിയിട്ടില്ല. ഇതൊന്നും മുജാഹിദ് പ്രസ്ഥാനം ആളുകളെ കൂടെ നിർത്തുന്ന ഘടകങ്ങളായി ഒരു കാലത്തും വർത്തിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രതിസന്ധികളെ അതിജീവിച്ചത്? ഒന്ന് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടിയത്? അതിനൊന്നാമത്തെ കാരണം തികഞ്ഞ ലക്ഷ്യബോധം നമുക്കുണ്ടായി എന്നതാണ്. നമുക്ക് ദുന്യവിയായ ഒരു കാര്യവും ഇവിടെ നേടുവാനില്ല. ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി കൗൺസിലിലും പൊതുയോഗങ്ങളിലും ആവർത്തിച്ചു പറയാറുള്ള ഒരു കാര്യം, ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾക്ക് പരിചയമുണ്ടാകും. അദ്ദേഹം പറയാറുണ്ട്, ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സെക്രട്ടറിയായി എന്ന കാരണത്താൽ ഏതെങ്കിലും ഒരു പ്യൂണിനെ മറ്റൊരു സീറ്റിൽ നിന്ന് അദ്ദേഹത്തിന് മറ്റൊരു സീറ്റിലേക്ക് മാറ്റാനുള്ള അധികാരം ഇതിനില്ല എന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട്. അത്